അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഉലാസയുടെ 20ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വുളുവിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ്. ഇന്ന് 14ാമത്തെ സുന്നത്ത് പഠിക്കാം. ഇത്താലത്തുൽ ഉർവത്തി വത്തഹ്ലീലി. മുഖവും കൈകാലുകളും നീട്ടിക്കഴുകുക. മുഖം കഴുകൽ കൈകൾ നിർബന്ധമാണ്. അതിനൊരു പരിധി വരെ കഴുകണമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നീട്ടിക്കഴുകുക, പരിധി വിട്ട് കഴുകുക. ഹിയൽ അസ്ലു മാ ഫൗക്കൽ വാജിബി മിൻഹുമ. ഇത്താലത്ത് നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞാൽ ഒസ്ലു മാ ഫൗക്കൽ വാജിബു മിൻഹുമ. ഇവ രണ്ടിൽ നിന്നുമുള്ള വാജിബായ നിർബന്ധമായ ഒരു കണക്കുണ്ട്. അതിനേക്കാൾ അധികം കഴുകുക എന്നാണ് ഇത്താലത്ത് എന്നതിൻ്റെ ഉദ്ദേശം. വായത്തുൽ അവ്വലി അൻ യുഫ്സില മാൽ വജിഹി മുഖദ്ദമ റസിഹി വൽ ഉദ്നൈനി വസഫാത്തൈ ഹുൻകിഹി. മുഖം നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിധി മുഖത്തോടു കൂടെ തലയുടെ മുൻഭാഗവും ചെവിയും അതുപോലെ പിരടിയുടെ 2 ഭാഗവും കഴുകലാണ്. വായത്തുസാനി ഇസ്തിയാബുൽ ഹലദൈനി വസാക്കീൻ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ കൈകാലുകൾ അതിൻ്റെ പരിധി കഴുകുന്ന സമയത്ത് അതിൻ്റെ മുട്ടോടു കൂടി കഴുകലാണ് നിർബന്ധം. അപ്പോൾ അത് തോളൻ കൈ വരെ കഴുകുക. അതുപോലെ കാൽ രണ്ടും കഴുകുന്ന സമയത്ത് നെരിയാണിയോട് കൂടെ കഴുകലാണ് നിർബന്ധം. അത് കുറച്ചുകൂടി തണ്ടൻകാല് വരെ ഉയർത്തി കഴുകുക. അത് സുന്നത്തായ കാര്യമാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി വറം മുഹജ്ജലിയൈനി മിൻ അസാരിൽ ബുളൂയി വമനിസ്തതൗ മിൻകും അൻ യുത്തീലൽ ഉറത്ത വതഹ്ലീലു വൽ യഫ്വാൽ. ഇന്ന ഉമ്മത്തി, തീർച്ചയായും എൻ്റെ ഈ ജനത, യുദ്ഔന അവരെ വിളിക്കപ്പെടും, യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, ഉറൻ മുഹജ്ജലീൻ മിൻ അസാരിൽ വുളൂ കാരണമായിട്ട് കൈകാലോത്തവരെ എന്ന് ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫമനിസ്തതൗ മിൻകും, നിങ്ങളിൽ നിന്നും ആരെങ്കിലും കൈകാവുകയാണെങ്കിൽ, ഉറത്തഹു അവൻ്റെ മുഖത്തിനെ നീട്ടിക്കഴുകലിന് സൗകര്യമാവുകയാണ്, വതജീലഹു കൈകാലുകളിൽ ഫൽ യഫ്വൽ അങ്ങനെ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. അപ്പോൾ മുഖവും കൈകാലുകളും നീട്ടിക്കഴുകുകയാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 15ാമത്തെ സുന്നത്ത് നോക്കുക. അത്തയാമനു, വലത്തേതിനെ മുന്തിക്കുക. വലത് ഇടത് എന്നുള്ള സ്ഥലങ്ങൾ വലത്തേതിനെ മുന്തിക്കുക. അപ്പോൾ മുഖം കൈ അവിടെ വലത് ഇടത്, കൈകാലിനെ വലത്തേതിനെ മുന്തിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. യുസന്നു തയാമനു ഫിൽ യദൈനി വർ റജുലൈനി. യുസന്നു സുന്നത്താക്കപ്പെടും, തയാമനു വലത്തേതിനെ മുന്തിക്കുക, ഫിൽ യദൈനി വർ റജുലൈനി 2 കാലിലും 2 കൈയിലും വലത്തേതിനെ മുന്തിക്കുക. കൈ കഴുകുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കണം, അത് സുന്നത്താണ്. കാല് കഴുകുന്ന സമയത്തും വലത്തേതിനെ മുന്തിക്കണം. അപ്പോൾ നമുക്ക് സംശയം, ചെവിയും ഇല്ലേ വലതും ഇടതും, മുഖത്തിൻ്റെ ഭാഗമില്ലേ വലതും ഇടതും, അതൊക്കെയോ അമ്മാ ഐറഹുമ, ഇവ രണ്ടും അല്ലാത്തത്, അതായത് കൈകാലുകൾ അല്ലാത്തത് ഒറ്റത്തവണ മുഖം തടവാൻ മുഖം തടവേണ്ടതൊന്നിച്ച്, ചെവി തടവേണ്ടതൊന്നിച്ച്. വലാക്കിൻ യുസന്നു തയാമനു ലിനഹ്വിൽ അക്താ. ലാക്കിന്നെങ്കിലും യുസന്നു സുന്നത്താക്കപ്പെടും, തയാമനു വലത്തേതിനെ മുന്തിക്കൽ, പിനഹ്വി അക്താ കൈ മുറിഞ്ഞു പോയ ആളുണ്ടല്ലോ, അതുപോലത്തോർക്ക് സുന്നത്താക്കപ്പെടും വലത്തേതിനെ മുന്തിക്കൽ എല്ലാ അവയവത്തിലും. ഫി ജമീഇൽ ഔളായി ഇൻ തവല്ലഉ ബിനഫ്സിഹി. സ്വയം വുളൂ ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഒരു കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്, അദ്ദേഹം സ്വയം വുളൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖത്തിൻ്റെ 2 ഭാഗവും കഴുകൽ
സാധിച്ചെന്ന് വരില്ല. അദ്ദേഹത്തിൽ വെള്ളമെടുത്ത് മുഖത്തിൻ്റെ വലംഭാഗം കഴുകുക, പിന്നീട് ഇടതുഭാഗവും കഴുകുക. ചെവി തടവുന്ന സമയത്ത് വലത്തേതിനെ ചെവി തടവുക, പിന്നെ ഇടത്തേതിനെ. അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹം സ്വയം വുളൂ ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആദ്യം വലത്തേതിനെ പിന്നെ ഇടത്തേതിനെയും മുന്തിക്കണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു തയാമനു ഫി തനഇലി വറജുലിഹി വതുഹൂരിഹി വഫി ശൈനിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തേതിനെ മുന്തിക്കുന്നതിൽ പ്രിയം വെക്കുന്നവരായിരുന്നു. ചെരുപ്പ് ധരിക്കുന്ന സമയത്തും അതുപോലെ ശുദ്ധിയാക്കുന്ന സമയത്തും പാരുന്ന സമയത്തും ഏത് നല്ല കാര്യം ചെയ്യുന്ന സമയത്തും വലത്തേതിനെ മുന്തിക്കലിനെ ഇഷ്ടം വെച്ചിരുന്നു. അപ്പോൾ വുളൂയിൽ മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾക്ക് കൂടി ശ്രദ്ധിക്കണം. വയുസന്നു തയാമനു ഫി കുല്ലി മാ ഹുവ മിൻ ബാബി തെക്കിരീം, അതായത് വസിക്കപ്പെടേണ്ട എന്ത് കാര്യം ചെയ്യാണെങ്കിലും അവിടെ ഒക്കെ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. കത്തെക്കിരീമി വല്ലിഖ്തിഹാലി വല്ലഹദിൽ വാത്തോയി വയുസന്നു തൗബി വന്നഹിലി വസ്സിവാക്ക്. നഖം വെട്ടുക, സുറുമയിടുക, കൊടുക്കുക, വാങ്ങുക, വസ്ത്രം ധരിക്കുക, ചെരുപ്പ് ധരിക്കുക, മിസ്വാക്ക് ചെയ്യുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. വയുസന്നു തയാസുറു ഫി കുല്ലി മാ ഹുവ മിൻ ബാബി ഇഹാന. ഇനി മ്ലേച്ഛതയെ ഉള്ള കാര്യങ്ങൾ അങ്ങനത്തേതാകുമ്പോൾ അവിടെ ഇടത്തേതിനെ മുന്തിക്കണം. കൽ ഇസ്തിൻജായി വൽ ഇംതിഹാത്തി അൽഹി തൗബി വന്നായിലി. വസ്ത്രം അയക്കുക, ചെരുപ്പ് അയക്കുക, മൂക്ക് പിഴിയുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടതിനെയാണ് മുന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേതിനെ മുന്തിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേതിനെ മുന്തിക്കണം, പള്ളിയിൽ കയറുമ്പോൾ വലത്തേതിനെ മുന്തിക്കണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേതിനെ മുന്തിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ വലത്തേതിനെ മുന്തിക്കണം. മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്, ഉദാഹരണം മൂക്ക് പിഴിയുമ്പോൾ ഇടത്തെ കൈകൊണ്ട് പിഴിയണം. വലത്തെ കൈ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് സ്വാഗതം ചെയ്യാനും നല്ല കാര്യങ്ങൾക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.